നിങ്ങളിങ്ങനെ കടന്നു വരുമ്പോൾ ഒരു ഹാളിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ഏറ്റവും പിന്നിൽ പോയി ഇരിക്കാൻ ആഗ്രഹിച്ച നിങ്ങൾ ഏറ്റവും മുന്നിലേക്ക് എത്തും. നിങ്ങൾ ആനയിക്കപ്പെടുന്നത് പോലെ ആയിരിക്കും നിങ്ങൾ അവിടെ എത്തുക. നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും, ആരാത് ചോദിക്കും. അപ്പൊ അങ്ങനെയല്ല എങ്കിൽ എവിടെയാണ് നമുക്ക് കുഴപ്പം പറ്റിയത്? എൻ്റെ ഏത് പെരുമാറ്റമാണ്, എൻ്റെ ഏത് രീതിയിലുള്ള എൻ്റെ നോട്ടമാണ് കുഴപ്പം? നമ്മുടെ മഹാൻ നടൻ മമ്മൂട്ടിയെ കണ്ടിട്ടില്ലേ? അദ്ദേഹം നടന്നു പോകുമ്പോൾ ആ നടപ്പൊക്കെ എന്തൊരു ശേല. ഞാൻ ഇന്ദ്രപ്രസ്ഥം സിനിമയുടെ സമയത്ത് ചെന്നൈ എയർപോർട്ടിൽ അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി ഞാനും പോയി. അപ്പൊ അദ്ദേഹം വരുമ്പോൾ കുറച്ച് ഫോറിനേഴ്സ് ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ നടന്നു വരുമ്പോൾ ആ ഫോറിനേഴ്സ് ഇദ്ദേഹത്തിന്റെ നടപ്പ് കണ്ടിട്ട് ടക് 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 ഇങ്ങനെ ഒരു വരവുണ്ട്, പ്രത്യേക താളത്തിൽ കാണേണ്ട നല്ല ശേല അത് കാണാൻ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ രണ്ടുപേരും നമ്മൾ നോക്കുന്നത് ഞാൻ കണ്ടു. അത് അവർ പരസ്പരം അവിടെ നിൽക്കുന്ന ഒരു മൂന്നാമനോട് അത് ആരാണ് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഒരു ഉറപ്പായിട്ടും അദ്ദേഹം ഒരു ആക്ടറാണെന്ന് അവർക്ക് മനസ്സിലായിട്ടേ ഇല്ല. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മളെ പ്രസൻസിൽ അവിടെ ഒരു വെളിച്ചം വീഴുകയാണോ, അതോ വെളിച്ചം നമ്മൾ പോയി കഴിയുമ്പോഴാണ് അവിടെ വെളിച്ചം വീഴുന്നത്. ആശ്വാസമായി, പോയി കിട്ടിയല്ലോ. മറ്റേത് നമ്മൾ പോയി കഴിയുമ്പോൾ അവർക്ക് അയ്യോ കുറച്ചുകൂടി ഇരിക്കുക എന്ന് പറയും. അപ്പൊ ഇതൊരു പ്രസൻസ് ആണ്. നമസ്കാരം. കമ്മ്യൂണിക്കേഷനിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മളെ സാന്നിധ്യത്തിൽ. നമ്മളൊരു മുറിയിലേക്ക് ചെല്ലുന്നു എന്ന് വിചാരിക്കൂ. ആ മുറിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സാന്നിധ്യത്തിൽ പറയാതെ തന്നെ അവിടെ ഒരു സന്തോഷം അവിടെ ഇരിക്കുന്നവർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളവിടെ ഒന്നും പറയുന്നില്ല, പക്ഷെ നമ്മുടെ സാന്നിധ്യം തന്നെ ഒരു അനുഭവമായിട്ട് ഒരു ഊർജ്ജ പ്രസരണം അവിടെ നടക്കുന്നുണ്ടോ എന്നത് വളരെ പ്രധാനമാണ്. ചില ആളുകൾ വരുമ്പം ആ ഒരു മുറിയിലേക്ക് കടന്നു വന്നാൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് മ്ലാന മുഖമുള്ള ആൾക്കാരാവും. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മളെ പ്രസൻസിൽ അവിടെ ഒരു വെളിച്ചം വീഴുകയാണോ, അതോ വെളിച്ചം നമ്മൾ പോയി കഴിയുമ്പോഴാണ് അവിടെ വെളിച്ചം വീഴുന്നത്. ആശ്വാസമായി, പോയി കിട്ടിയല്ലോ. മറ്റേത് നമ്മൾ പോയി കഴിയുമ്പോൾ അവർക്ക് അയ്യോ കുറച്ചുകൂടി ഇരിക്കുക എന്ന് പറയും. അപ്പം ഇതൊരു പ്രസൻസ് ആണ്. അപ്പോൾ നമ്മളെ സാന്നിധ്യത്തിൽ നിശബ്ദമായിട്ട് നമ്മുടെ സാന്നിധ്യത്തിൽ മറ്റുള്ള ആളുകൾ സന്തോഷഭരിതരായി ഇരിക്കുന്നുണ്ടെങ്കിൽ നിശബ്ദമായിട്ടുള്ളൊരു ഭാഷ, ആ ഭാഷയുടെ പേരാണ് ശരീരഭാഷ എന്ന് പറയുന്നത്. ശരീരഭാഷാ നിയമങ്ങളിൽ 55% കമ്മ്യൂണിക്കേഷനിൽ ശരീരഭാഷയ്ക്കുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്. ബാക്കി 38% അവാച്യമായ ഭാഷയ്ക്കാണ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. അവാച്യമായ എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങളുടെ ശ്രുതി, താളം, അതിൻ്റെ വേഗത, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്ന് പറയുന്നത് എങ്ങനെ പറയുന്നു എന്ത് പറയുന്നു എന്നുള്ളതല്ല, ആ എന്ത് പറയുന്നു അത് 38% കമ്മ്യൂണിക്കേഷനിൽ, ഈ അവാച്യമായ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഉള്ള സ്ഥാനം എന്ന് പറയുന്നത്. 55% ശരീരഭാഷ, 38% നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്ത് പറയുന്നു എന്നുള്ളത് വെറും 7% നമ്മൾ വാക്കുകളിലൂടെ പറയുന്ന കാര്യങ്ങൾ. വെറും വാക്ക് അത്രയേ ഉള്ളൂ, വെറും 7% ഒന്നേ ഉള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, കമ്മ്യൂണിക്കേഷന്റെ ബാക്കി 55ഉം 38ഉം 93% ഈ പറയുന്ന നിശബ്ദമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നിശബ്ദവും ഈ പറയുന്ന രീതിയും എങ്ങനെ പറയുന്നു എന്നുള്ളതും. നമ്മൾ എങ്ങനെ പറയുന്നു എന്ന കാര്യം നിങ്ങൾക്കറിയാം. ഒരു കാര്യം നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ ആ പറയുന്ന വാക്കല്ല ആളുകൾ ശ്രദ്ധിക്കുക, പകരം അത് എങ്ങനെയാണ് അവതരിപ്പിച്ചത് എന്നാണ്. അതിൻ്റെ ശ്രുതി, അതിൻ്റെ താളം, അതിൻ്റെ ടോൺ എന്താണ്, അതിൻ്റെ സ്പീഡ് എന്താണ്, ഈ രീതിയിലാണ്. ചിലപ്പോൾ നമുക്ക് ആ ടോണൊന്ന് മാറിയാൽ, ഒന്ന് കനം വന്നാൽ ഉടനെ തന്നെ കേൾക്കുന്ന ആളുടെ സ്വഭാവം മാറും. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ നമുക്കൊരു കോൾ വരും, ഹലോ എവിടെയാണ്, എത്ര നേരെ വിളിക്കുന്ന ഇഷ്ടം. അപ്പോൾ നമ്മൾ തിരിച്ച് ഹലോ ഞാനൊരു ഓഫീസിലിരിക്കുകയാണ്, ബാങ്കിൽ നിൽക്കുകയാണ്. ശരി. അയാളുടെ ശബ്ദം ഉടനെ താഴേക്ക് വരും, താഴും. എന്താണ് ആ ടോണിനനുസരിച്ച് അപ്പുറത്തിരിക്കുന്ന ആൾ നമ്മളോട് പെരുമാറും. ഇതേപോലെ തന്നെയാണ് നമ്മൾ ചൂടായി സംസാരിക്കുന്ന ആളുകളൊക്കെ ചില സമയത്ത്. ഇപ്പം ഞാൻ ജീവിച്ചിരുന്ന സ്ഥലത്ത്, താമരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്, കോഴിക്കോട് ജില്ലയിലെ വയനാട് റോഡിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് താമസിച്ച കാലത്ത് ബസ്സിൽ, ഞങ്ങളെ ഈ ദേശസാൽകൃത റൂട്ടായതുകൊണ്ട് ബസ്സിലാണ് യാത്ര മുഴുവനും. ഞങ്ങൾ മറ്റു വാഹനങ്ങളൊക്കെ കൂടെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഒരു യാത്രയാണത്. അപ്പോൾ താമരശ്ശേരിയിൽ നിന്ന് ബസ്സിൽ കയറുമ്പം ധാരാളമായിട്ടുള്ള ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വയനാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ നിറച്ചുണ്ടാവും. അപ്പം പിടിച്ചു കയറി ഒരു അടുത്ത കൊടുവള്ളിലേക്ക് എത്തുമ്പോഴേക്കാണ് സീറ്റ് കിട്ടുക ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ ആളുകൾ ബസ്സിൽ കയറുന്ന അതേ നിമിഷം തന്നെ കയറി കാല് വെക്കുമ്പോൾ തന്നെ ഈ കണ്ടക്ടർ ബെല്ലടിച്ച് കളയും. ചില ആൾക്കാർ വഴിയിൽ തെറിച്ച് വീഴാൻ പോവും, ചില ആൾക്കാർ ചീത്ത വിളിക്കും, വാതിലടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ബെല്ലടിച്ചതിനെ കുറിച്ച് പറയും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു കണ്ടക്ടർ നിരന്തരമായി ഇത് ചെയ്യുന്ന ദിവസം ഞങ്ങളിങ്ങനെ കോഴിക്കോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഞാൻ ആ കണ്ടക്ടറുടെ അടുത്തേക്ക് നേരെ ചെന്നിട്ട് ഞാൻ അയാളോട് ചെവിയിൽ പറഞ്ഞു,
എല്ലാ ദിവസവും ഭാര്യയുടെ വഴക്ക് കേട്ടാണല്ലേ വരുന്നത്. അപ്പോൾ എന്നെ ഒന്ന് നോക്കിയ അയാൾ രൂക്ഷമായിട്ട്, എന്നിട്ടൊന്ന് ചിരിച്ചു പുള്ളി. ഒരു അമ്പരപ്പോടു കൂടിയാണ് ചിരിച്ചത്. അപ്പോൾ അയാളിങ്ങനെ നോക്കിയിട്ട് അതേ എന്ന അനുകൂല മട്ടിലാണ്. ഞാൻ ശ്രദ്ധിച്ചു, അടുത്ത സ്റ്റോപ്പ് മുതൽ അയാളുടെ ബെല്ലടി സാധാരണ വേഗതയിലായിരുന്നു. മറ്റത് കയറുമ്പോൾ തന്നെ ടെലിങ് ആ ദേഷ്യം മുഴുവൻ വിരലിൽ ഇങ്ങനെ പ്രതിഫലിക്കുക, ആ ഇമോഷൻ, മനസ്സിലായില്ലേ? അപ്പോൾ അത് പറയുന്ന അയാളുടെ ഓർമ്മകൾ ട്രിഗർ ചെയ്യാണ്. അയാൾ അന്ന് രാവിലെ വരുമ്പോൾ അയാളുടെ ഭാര്യ അയാളോട് സംസാരിച്ച രീതിയോ മറ്റാരോ ഒരാൾ സംസാരിച്ച രീതിയോ അയാളെ ഡിസ്റ്റർബ് ചെയ്തിട്ട് അയാൾ അത് ചുമന്ന് കിടക്കുകയാണ്. അതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു നദി കടക്കാൻ വേണ്ടി നിൽക്കുന്ന 2 മോങ്കുകളുടെ കഥയുണ്ട്, 2 സന്യാസിമാർ. അപ്പോൾ ഒരു സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള ഒരു ലേഡി അവിടെ വരും, എന്നെയും കൂടി ഒന്ന് അക്കരെ കടത്തി തരുമോ ഡ്രസ്സൊക്കെ നനയാതെ. അപ്പോൾ അതിലൊരു മോങ്ക്, ഒരു സന്യാസി ഇവളെ ചുമലിലേറ്റ് അപ്പുറത്ത് കടത്തി. അപ്പോൾ ആ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി അവർ നടന്നു പോയി. പക്ഷെ കാട്ടിലൂടെ പോകുമ്പോൾ കൂടെയുള്ള സഹസന്യാസി ചോദിച്ചു, അങ്ങ് ചെയ്തത് ഒട്ടും ശരിയായില്ല, അപ്പോൾ എന്ത് പറ്റി, ഞാൻ ചെയ്തത് എന്താ കുഴപ്പമുണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ, അല്ല അങ്ങ് ആ ഇത്രയും സുന്ദരിയായൊരു പെൺകുട്ടി അങ്ങൊരു സന്യാസിയല്ലേ, അങ്ങനെ ചുവന്നു വരാൻ പാടില്ലായിരുന്നു. അപ്പോൾ ആ സന്യാസി മറ്റേ ആളോട് ചോദിച്ചു, സുഹൃത്തെ, അവളെ നമ്മൾ എപ്പോഴോ ആ കടവിൽ ഞാൻ ഇറക്കി വിട്ടു, അങ്ങ് ഇപ്പോഴും അവളെ ചുമന്നുകൊണ്ട് നടക്കുകയാണോ എന്ന്. മനസ്സിലാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചുവന്നുകൊണ്ട് നടക്കരുത്. കടവിൽ ഒരു പുഴ കടന്നാൽ കടവിൽ തോണി ഉപേക്ഷിക്കണമെന്നാണ്, അത് ചുവന്നുകൊണ്ട് നടക്കുകയല്ല വേണ്ടത്. അപ്പം നമുക്ക് നമ്മളിൽ തന്നെയുള്ള ആത്മവിശ്വാസം, ഈ 55% എങ്ങനെ പറയുന്നു എന്ന 38% കൂടി ചേരുമ്പോൾ ശരീരഭാഷ നിശബ്ദമായി ആളുകളോട് സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു പ്രസൻസിൽ നമ്മളൊരു സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ മറ്റുള്ളവർ അത് സന്തോഷവാന്മാർ ആകുന്നുവെങ്കിൽ അത് നമ്മൾ നല്ല ശരീരഭാഷ പ്രകടിപ്പിക്കുന്ന ആളുകളാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ അങ്ങനെ അല്ല എങ്കിൽ എവിടെയാണ് നമുക്ക് കുഴപ്പം പറ്റിയത്? എൻ്റെ ഏത് പെരുമാറ്റമാണ്, എൻ്റെ ഏത് രീതിയിലുള്ള എൻ്റെ നോട്ടമാണോ കുഴപ്പം? എൻ്റെ ശരീരഭാഷ ഒരുപക്ഷെ അടഞ്ഞ ശരീരഭാഷയാണോ? ഇത് അടഞ്ഞ ശരീരഭാഷയാണ്. കൈകൾ കെട്ടി ചിലപ്പോൾ ആൾക്കാർ കൈകൾ രണ്ടും ഈ മുഷ്ടി രണ്ടും ചുറ്റിക്കെട്ട് കക്ഷത്തിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊരു സൂചന മാത്രം നോക്കാൻ പാടില്ല കേട്ടോ. ഒരു ശരീരത്തിലെ മൊത്തം സൂചനകൾ നോക്കിക്കൊണ്ട് വേണം. കാലുകളൊക്കെ ചേർത്ത് വെച്ച് പിണച്ച് കെട്ടിക്കൊണ്ട് ചോലുകളൊക്കെ ചേർത്ത് വെച്ചിട്ട് വല്ലാതെ ഒരു സങ്കോചത്തോടെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അടഞ്ഞ ശരീരഭാഷയിലാണ്. മുഖഭാവവും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ രീതിയിലുള്ള അടഞ്ഞ ശരീരഭാഷയിലേക്ക് ഇരിക്കുന്ന ഒരാളാണോ ഞാൻ? എൻ്റെ നോട്ടത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് കൃത്യമായ ഒരു ഐ കോണ്ടാക്ട് ആളുകളുമായി വെക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ശരിയായ അർത്ഥത്തിൽ ഉള്ള നോട്ടമാണോ ഞാൻ നോക്കുന്നത്? ഞാൻ നോക്കുമ്പോൾ തുറിച്ചു നോട്ടക്കാരെന്ന ലിസ്റ്റിലേക്ക് എന്നെ ആളുകൾ കാണുന്നുണ്ടോ? അതോ ഹൃദ്യമായി നോക്കുന്ന ഒരാളാണോ ഞാൻ? എൻ്റെ കരുണാർദ്രമായൊരു നോട്ടമായിട്ട് എൻ്റെ നോട്ടത്തെ എങ്ങനെയാണ് മാറ്റേണ്ടത്? വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഓക്സിറ്റോസിൻ, കണ്ണിൽ നിന്നും വഴിഞ്ഞൊഴുകുന്ന ഓക്സിറ്റോസിൻ എന്ന കെമിക്കലാണ് ആളുകൾക്ക് അട്രാക്ഷൻ ഉണ്ടാക്കാൻ, നമ്മുടെ കണ്ണുകൾക്ക് അട്രാക്ഷൻ ഉണ്ടാക്കാൻ കാരണമാകുന്ന കെമിക്കൽ. അപ്പോൾ ഓക്സിറ്റോസിൻ എൻ്റെ ശരീരത്തിൽ ഉണ്ടാവാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് ഞാൻ എൻ്റെ ചിന്തകളെ എങ്ങനെയാണ് മാറ്റേണ്ടത് തുടങ്ങിയ ആ കാര്യങ്ങളിലുള്ള അവയർനെസ്സാണ് നമ്മളെ മാറ്റി തീർക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾക്കൊരു അവയർനെസ് വരുമ്പം അവബോധം എന്ന് പറയും. ഈ അവയർനെസ് വരുമ്പോൾ നമ്മളൊരു സ്ഥലത്തെത്തുകയാണെങ്കിൽ അവിടെ നമ്മളെ സാന്നിധ്യം ആളുകൾ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് പോകാൻ അവർ ആഗ്രഹിക്കും എന്നുള്ളതാണ്. നമ്മുടെ സാന്നിധ്യം തന്നെ അവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവിടെ നമ്മളൊന്നും സംസാരിക്കേണ്ട പോലും ഇല്ല. ആ സാന്നിധ്യം തന്നെ നിശബ്ദമായിട്ട് നമ്മുടെ പ്രസൻസ്, നമ്മളെല്ലാം തലകുലുക്കിക്കൊണ്ട് കേൾവിക്കാരനായിട്ട് നല്ല ഭംഗിയുള്ള നോട്ടവുമായിട്ട് അനുകൂലമായ അവസ്ഥയിൽ നമ്മളിങ്ങനെ നല്ല ശരീരഭാഷ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയും നമുക്ക് സ്വീകാര്യത നേടിത്തരുന്ന ഒരവസ്ഥയുണ്ടാവും. പലപ്പോഴും ആളുകൾക്ക് ഇത് അറിയാമെങ്കിലും ഇത് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് അവർക്ക് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ കഴിയാറില്ല. പ്രാക്ടീസിൻ്റെ കുറവ് കൊണ്ടാണ്. ഏതൊരു മനുഷ്യനും പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് നേടിയെടുക്കാവുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി കോഴ്സിൽ ഞാൻ പഠിപ്പിക്കുന്നത് ഈ കാര്യങ്ങളാണ്. നിരവധി വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ ഇതിൻ്റെ ഒരു അഭാവത്തിൽ നന്നായി പെരുമാറാൻ കഴിയാത്ത ഒറ്റ കാരണത്തിൻ്റെ പേരിൽ പരാജയപ്പെട്ടു പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴായിട്ട് കാലാകാലങ്ങളായിട്ട് ആലോചിച്ച് നിരവധി ട്രെയിനർമാരായിട്ടുള്ള കേരളത്തിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒട്ടനവധി ട്രെയിനർമാരോടൊപ്പം അവരുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കാളിയായിരുന്നു. അപ്പോൾ അങ്ങനെ പങ്കാളിയായിട്ട് നിൽക്കുന്ന സമയത്ത് സെൽഫ് ലേണിംഗും കൂടെ നടത്തിയിരുന്നു. ആ സെൽഫ് ലേണിംഗ് ആണ്, സ്വയം പഠനം എന്ന് പറയുന്നത് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പഠനം എന്ന് പറയുന്നത്. ആ പഠനത്തോടൊപ്പം തന്നെ മറ്റുള്ളവരെ നമ്മുടെ ആശയങ്ങൾ, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും കൂടി ചെയ്തപ്പോൾ അതൊരു വലിയ പ്രാക്ടീസായി മാറി. അപ്പം അങ്ങനെ ഒറ്റയ്ക്കും പേഴ്സണലായിട്ടും മെൻറ്ററിംഗ് ഒക്കെ ആയിട്ടും വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒത്തിരി ബിസിനസ്സുകാരെയും
വ്യവസായികളായിട്ടുള്ള ആളുകളെയും അല്ലാത്ത സെലിബ്രിറ്റികളൊക്കെ ഞാൻ അത്തരത്തിലുള്ള മെന്റർഷിപ്പ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു. അപ്പോൾ ഇവർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് വേണ്ടി ഇവർ ഇങ്ങനെ ചെയ്താൽ ഇത് കുഴപ്പമാണ്, ഇങ്ങനെ ചെയ്താൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റുമല്ലോ എന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വന്നത്. അതിനാദ്യം ഇത്തരം ചിന്തകളൊക്കെ വരുമ്പോൾ അതിനാദ്യം വേണ്ടത് നമുക്ക് നമ്മളിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യവും വേറൊരാളോട് പറയാൻ പാടില്ല, അയാളെ അഡ്വൈസ് ചെയ്യാൻ പാടില്ല. നമുക്ക് അനുഭവം ഉണ്ടാവണം. അപ്പോഴാണ് പറയുന്നതിന് ആത്മാർത്ഥത ഉണ്ടാവുക എന്ന് കാണുന്നു. അപ്പോൾ നമ്മളെ ഒരു സാന്നിധ്യത്തിൽ ശരിയായ ശരീരഭാഷ അനുവർത്തിച്ചുകൊണ്ട് അത് പഠിച്ചെടുത്തുകൊണ്ട് നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇൻ്റർവ്യൂവിനാവട്ടെ, ഏതെങ്കിലും അഭിമുഖ സംഭാഷണങ്ങൾക്കാവട്ടെ, ഒരു ബിസിനസ് മീറ്റിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്രോഗ്രാമിലാവട്ടെ, നിങ്ങളുടെ സാന്നിധ്യം തന്നെ മതിയാവും. അവിടെ നിങ്ങളിങ്ങനെ കടന്നു വരുമ്പോൾ, ഒരു ഹാളിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ഏറ്റവും പിന്നിൽ പോയി ഇരിക്കാൻ ആഗ്രഹിച്ച നിങ്ങൾ ഏറ്റവും മുന്നിലേക്ക് എത്തും. നിങ്ങൾ ആനയിക്കപ്പെടുന്നത് പോലെ ആയിരിക്കും നിങ്ങൾ അവിടെ എത്തുക. നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും, ആരാത് എന്ന് ചോദിക്കും. നിങ്ങളുടെ പ്രസൻസ് ആണ്, നിങ്ങളുടെ നോട്ടം, നിങ്ങളുടെ അട്രാക്ഷൻ, ഇത് നിങ്ങളെ ഒരു ആകർഷണീയനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. നിങ്ങൾ ഭംഗിയായി വസ്ത്രധാരണം നടത്തിയിട്ടുള്ള, വില കൂടിയതോ വില കുറഞ്ഞതോ എന്നുള്ളതല്ല, വൃത്തിയായും ഭംഗിയായും വസ്ത്രധാരണം നടത്തിയിട്ടുള്ള, ആത്മവിശ്വാസമുള്ള, നട്ടെല്ല് നിവർത്തി നേരെ നിന്നുകൊണ്ട് നടന്നു പോകുന്ന നല്ല ഭംഗിയുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറുമ്പോൾ, നമ്മുടെ മഹാൻ നടൻ മമ്മൂട്ടിയെ കണ്ടിട്ടില്ലേ? അദ്ദേഹം നടന്നു പോകുമ്പോൾ ആ നടപ്പൊക്കെ എന്തൊരു ശേല. ഞാൻ ഇന്ദ്രപ്രസ്ഥം സിനിമയുടെ സമയത്ത് ചെന്നൈ എയർപോർട്ടിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം പിന്നെ ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ നിന്ന് അവിടെ നിന്ന് വരികയാണ്. ഞങ്ങളെ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി അദ്ദേഹം വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിളിക്കാൻ വേണ്ടി ഞാനും പോയി. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ കുറച്ച് ഫോറിനേഴ്സൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ നടന്നു വരുമ്പോൾ ആ ഫോറിനേഴ്സ് ഇദ്ദേഹത്തിൻ്റെ നടപ്പ് കണ്ടിട്ട് ടക്ക് 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 ഇങ്ങനെ ഒരു വരവുണ്ട്, പ്രത്യേക താളത്തിൽ കാണേണ്ട നല്ല ശേല അത് കാണാൻ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ രണ്ടുപേരും നമ്മൾ നോക്കുന്നത് ഞാൻ കണ്ടു. അത് അവർ പരസ്പരം അവിടെ നിൽക്കുന്ന ഒരു മൂന്നാമനോട് അത് ആരാണ് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ടും അദ്ദേഹം ഒരു ആക്ടറാണെന്ന് അവർക്ക് മനസ്സിലായിട്ടേ ഇല്ല. അപ്പോൾ അദ്ദേഹം അത് നോക്കിയിട്ട് അത് വലിയൊരു ആക്ടറാണ് എന്നൊരു തമിഴിനാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് അവർക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവരുടെ ആ ഒരു പ്രസൻസ്, ശരീരം കൊണ്ടുള്ള അവരുടെ പ്രസൻസ്, ആ ഒരു അട്രാക്ഷൻ, അത് മറ്റുള്ളവർക്ക് വലിയ ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷ ഉണ്ടാക്കുന്നു. നിങ്ങളൊരു വിജയിയുടെ മുഖഭാവം നിങ്ങൾക്കുണ്ടാക്കുന്നു, ഒരു ശരീരഭാഷ ഉണ്ടാക്കുന്നു. കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പരമപ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒന്നാണിത്.